ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ് ഒക്കെ എന്താണെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റീരിയർ പോയിന്റ് അതുപോലെ തന്നെ എക്സ്റ്റീരിയർ പോയിന്റ് ഒക്കെ എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മളൊരു ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ let S be a non-empty subset of the complex plane. Then ഒരു പോയിന്റ് Z0 നമ്മൾ എടുക്കുകയാണെങ്കിൽ Z0 ഇന്റീരിയർ പോയിന്റ് ഓഫ് S ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ Z0 സെന്റർ ആയിക്കൊണ്ട് ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ. ആ നൈബർഹുഡിൽ എന്തായിരിക്കണം? ആ നൈബർഹുഡിലെ കംപ്ലീറ്റ് പോയിന്റ് എന്തായിരിക്കണം? ഈ എസിലുള്ള പോയിന്റ്സ് ആയിരിക്കണം. That contains only points of S. അങ്ങനെയാണ് നമ്മൾ ഇന്റീരിയർ പോയിന്റ് പറഞ്ഞിരുന്നത്. ഇനി ഒരു സെറ്റ് നമ്മൾ എപ്പോഴാണ് ഓപ്പൺ സെറ്റ് ആണെന്ന് പറയാം? ഒരു സെറ്റിന്റെ അകത്തെ എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റിന് നമുക്ക് എന്താന്ന് പറയാം? ഓപ്പൺ സെറ്റ് ആണെന്ന് പറയാം. Okay, if every point of a set is an interior point, then the set is said to be open. If every point of a set is an interior point, then that set is said to be open. അപ്പോൾ ഓപ്പൺ സെറ്റിന്റെ അകത്ത് എന്തായിരിക്കും? എല്ലാ പോയിന്റും എന്തായിരിക്കും? ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിനെ നമ്മൾ ഇന്റീരിയർ പോയിന്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അവിടെ എന്തായിരിക്കും? there exists a neighborhood with center Z0 അല്ലേ. ആ പോയിന്റ് സെന്റർ ആയിക്കൊണ്ടുള്ള ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യണം. അതിലെല്ലാ പോയിന്റ്സ് എന്തായിരിക്കണം? ആ സെറ്റിന്റെ അകത്തുള്ളത് തന്നെ ആയിരിക്കണം. then എക്സാമ്പിൾ S is equal to z such that 2 less than mod z less than 4. Okay, ഇതൊരു ആനുലസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചിരുന്നത്? ഒരു സർക്കിൾ ആയിരുന്നു വിത്ത് മോഡ് സെറ്റ് ഈക്വൽ ടു 2 ആൻഡ് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ള രണ്ട് സർക്കിൾ വരച്ചായിരുന്നു അല്ലേ. 2 റേഡിയസിലും അതുപോലെ തന്നെ 4 റേഡിയസിലുള്ള രണ്ട് സർക്കിള്. ദെൻ അതിന്റെ ഇടയിൽ വരുന്ന പോർഷൻ ആയിരുന്നു ആനുലസ് എന്ന് പറയുന്ന റീജിയൻ നമ്മൾ വരച്ചിരുന്നു അല്ലേ. ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു റീജിയൻ ആയിരുന്നു ഇതെന്ന് പറഞ്ഞിരുന്നു. ഇതിന് നമ്മൾ ആനുലസ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. സർക്കുലർ റിംഗ് ഓർ ആനുലസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ അല്ലേ, അതായത് ഈ ഒരു പോർഷന്റെ അകത്ത് നമുക്ക് എന്ത് പറയാം? ഇത് ഓപ്പൺ സെറ്റ് അല്ലേ. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഇതായിരിക്കും റീജിയൻ വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഒരു സെറ്റിനുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും? ആ ഒരു സെറ്റിനകത്ത് തന്നെ ആയിരിക്കും അല്ലെ. ഇതിന്റെ അകത്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെയാണ് ഇന്റീരിയർ പോയിന്റ് വരുന്നത്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ എന്താണ്? ഇന്റീരിയർ പോയിന്റ് ആണ്. അപ്പൊ അതെന്താന്ന് നമുക്ക് പറയാം? ഓപ്പൺ സെറ്റ് ആണ് അല്ലെ. നമുക്കറിയാം ഒരു ഓപ്പൺ സെറ്റിനകത്ത് എല്ലാതും എന്താന്ന് പറയാം? ഇന്റീരിയർ പോയിന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ എന്താണ്? ഈ ഒരു എക്സാമ്പിൾ ഓപ്പൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റ് പോയിന്റ് ഓർ അക്യുമുലേഷൻ പോയിന്റ് എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റ് പോയിന്റ് ഓർ അക്യുമുലേഷൻ പോയിന്റ്. S എന്നുള്ളത് എന്താണ്? ഇസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ. Then a point Z0 is said to be a limit point if every neighborhood of Z0, however small, like നമ്മൾ Z0 ഒരു പോയിന്റിനെ അതിന്റെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് വിളിക്കണമെങ്കിൽ എത്ര ചെറിയ നൈബർഹുഡ് എടുത്താലും ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന. ഓക്കെ, if every neighborhood of Z0 however small contains at least one point of S other than Z0. ഓക്കെ, അതായത് ഈ Z0 അല്ലാതെ അറ്റ്ലീസ്റ്റ് Z-ലെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം ഈ നൈബർഹുഡിന്റെ അകത്ത്. അത്തരത്തിലുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിമിറ്റ് പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ S എന്നുള്ളത് എന്താണ്? നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ. then a point Z0 is said to be a limit point if every neighborhood of ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു നൈബർഹുഡ്, അത് എത്ര ചെറുതായിക്കോട്ടെ, എത്ര ചെറിയ നൈബർഹുഡ് എടുത്താലും അതിന്റെ അകത്ത് എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് S, എസിലുള്ള ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം അതർ ദാൻ Z0. Z0 അല്ലാതെ മറ്റ് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ചെറുത് ഇതിനെ കണ്ടെങ്കിൽ ഏറ്റവും ചെറുതെന്ന് എടുത്തു കഴിഞ്ഞാലും Z0 അല്ലാതെ, ഇപ്പൊ Z0 സെന്റർ ആക്കി ഇവിടെ വരക്കുന്നത് വെച്ചാൽ Z0 അല്ലാതെ വേറെ ഒരു പോയിന്റ് എങ്കിലും എസിലുള്ള ഒരു പോയിന്റ് എങ്കിലും എന്തായിരിക്കണം? അതിന്റെ അകത്ത് ഉണ്ടായിരിക്കണം, ആ നൈബർഹുഡിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? Z0നെ ലിമിറ്റ് പോയിന്റ് ഓർ അക്യുമുലേഷൻ പോയിന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം? എവരി ഇന്റീരിയർ പോയിന്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ് അല്ലേ. എവരി ഇന്റീരിയർ പോയിന്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ് എന്ന് പറയാം. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞത് എന്താ ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ Z0 എന്നുള്ള ഒരു പോയിന്റ്, S എന്നുള്ള സബ്സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ Z0നെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു നൈബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ അതിൽ എന്തായാലും എസിലുള്ള
എല്ലാ പോയിന്റ്സും ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത് അല്ലേ. നമുക്ക് ലിമിറ്റ് പോയിന്റ് ആയാൽ എന്ത് മതി, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും മതി, Z0 അല്ലാതെ മറ്റൊരു പോയിന്റ് എങ്കിലും മതി. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം, എസ്സിൽ എല്ലാ പോയിന്റ്സും ഉള്ളതാണ് ഇന്റീരിയർ പോയിന്റ്. ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ലിമിറ്റ് പോയിന്റ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, എല്ലാ ഇന്റീരിയർ പോയിന്റും എന്താന്ന് പറയാം, ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം. ക്ലിയർ? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ്ഡ് സെറ്റിന്റെ ഡെഫിനിഷൻ കൊടുക്കാം അല്ലെ. ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, എ സെറ്റ് ഈസ് ക്ലോസ്ഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ് അല്ലെ. എല്ലാ ലിമിറ്റ് പോയിന്റും കൂടെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, ഇന്റീരിയർ പോയിന്റ് ഓൾറെഡി ഉണ്ടാകും, അതിന്റെ കൂടെ അതിന് ലിമിറ്റ് പോയിന്റും കൂടെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സെറ്റിനെ ക്ലോസ്ഡ് ആണെന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, എ സെറ്റ് ഈസ് ക്ലോസ്ഡ് ഇഫ് ഇറ്റ് contains all its limit points. അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ് ഓർ ഓൾ ഇറ്റ്സ് കണ്ടെയ്ൻസ് ഇറ്റ് ബൗണ്ടറി പോയിന്റ്സ് അല്ലെ. ബൗണ്ടറിയിലുള്ള എല്ലാ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിനെന്ന് വിളിക്കാം, ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എന്ത് കൊടുക്കാം, ഇത് തന്നെ പറയാം അല്ലേ. ഇത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം, ആൻഡ്ലെസ് എങ്ങനെ എഴുതാം, നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് z such that 2 less than or equal to mod z less than or equal to 4. ഇത് എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. കാരണം ഇതിന്റെ ലിമിറ്റ് പോയിന്റ് ആണ് 2ഉം 4ഉം, അത് ഇതിൽ കണ്ടെയ്ൻ ചെയ്തിട്ട് ഓൾ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയാം അല്ലെ. ഇത് ക്ലോസ്ഡ് സെറ്റിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കണക്റ്റഡ് സെറ്റ്. ഒരു സെറ്റ് എസിനെ നമ്മൾ എപ്പോഴാണ് കണക്റ്റഡ് ആണെന്ന് പറയാം, ആ സെറ്റിന്റെ അകത്തെ 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ 2 പോയിന്റ്സ്, സപ്പോസ് Z1 Z2 എന്നുള്ള 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ 2 പോയിന്റ്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പോളിഗണൽ ലൈൻ ഉണ്ടായിരിക്കണം. ആ പോളിഗണൽ ലൈൻ എങ്ങനെയായിരിക്കണം, കൺസിസ്റ്റിംഗ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്സ് ജോയിനിങ് എൻഡ് ടു എൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ സപ്പോസ് ഇവിടുന്ന് തുടങ്ങി ഇവിടെ ഇതായിട്ട് ഞാൻ ഇങ്ങനെ പോവുക, അതായത് Z1ൽ നിന്നും Z2ലേക്കുള്ള ഒരു പോളിഗണൽ ലൈൻ ആണിത്. ഓക്കെ, അപ്പൊ ഇത് എന്തായിരിക്കും, ആ പോളിഗണൽ ലൈൻ എങ്ങനെയായിരിക്കണം, ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് അല്ലെ. ഇപ്പൊ ഇവിടെ 2 ഉള്ളത് 1 2, അപ്പൊ അങ്ങനെയുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിപ്പോവുക. ഓക്കെ, Z1ൽ നിന്നും Z2ലേക്ക്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെറ്റിനകത്ത് അങ്ങനെ നമുക്ക് 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, കണക്റ്റഡ് സെറ്റ് ആണെന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. S is equal to Z such that 1 less than or equal to mod Z less than or equal to 3 is a connected set എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരക്കാം, ഇതൊരു ആൻഡ്ലെസ് ആയിരിക്കും അല്ലെ, റേഡിയസ് 1ഉം അതുപോലെ തന്നെ റേഡിയസ് 3ഉം ഉള്ള ഒരു സർക്കിൾ അല്ലെ. ഓക്കെ, ഇതായിരിക്കും സർക്കിൾ വരിക. ഇവിടെ ഈ ഒരു ബൗണ്ടറി പോയിന്റ് കൂടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ ബൗണ്ടറി പോയിന്റ്സും കൂടെ എന്തായിരിക്കും, ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ഇത് ഈ ബൗണ്ടറി കൂടെ ഉണ്ട്. ഇതാണ് എന്ത്, S എന്നുള്ള സെറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ 2 പോയിന്റ് എടുത്തു, Z1 Z2 എന്നുള്ള 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു പോളിഗണൽ പാത്ത്, ഒരു പോളിഗണൽ ലൈൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പോളിഗണൽ ലൈൻ, ആ ലൈൻ എങ്ങനെയായിരിക്കണം, എൻഡ് ടു എൻഡ് ആയിട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റുകൾ എൻഡ് ടു എൻഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടായിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ അകത്ത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ അകത്ത് തന്നെ നമുക്കൊരു ലൈൻ കണ്ടെത്താൻ കഴിയും. ആ ലൈൻ എന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് ആ എസിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. ആ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും, ഇവിടെ ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അകത്തുള്ള ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യാം, എത്ര നമ്പർ ഫൈനൈറ്റ് നമ്പർ ലൈൻ സെഗ്മെന്റ് എടുത്തുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് അതിന്റെ അകത്ത് തന്നെ വരച്ചൂടെ, അങ്ങനെ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് എന്താന്ന് പറയാം, കണക്റ്റഡ് സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ കണക്റ്റഡ് ഓപ്പൺ സബ്സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ ഈസ് കോൾഡ് ഡൊമൈൻ. അപ്പൊ എന്താണ് ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ കണക്റ്റഡ്, അപ്പൊ ഇത് കണക്റ്റഡ് ആണ് അല്ലേ, ഓപ്പൺ സബ്സെറ്റ് ആവണം. അപ്പൊ ഇതെന്തല്ല, ഇത് ക്ലോസ്ഡ് ആണ് അല്ലേ, കാരണം ഇതിൽ ബൗണ്ടറി പോയിന്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ കണക്റ്റഡ് ആണ്, കണക്റ്റഡ് ഓപ്പൺ കൂടെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കണക്റ്റഡ് ആണ് ദെൻ ഓപ്പൺ ആണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സെറ്റ് എന്താന്ന് പറയാം, ഡൊമൈൻ ആണെന്ന് പറയാം. ഓക്കെ, കണക്റ്റഡ് ഓപ്പൺ സബ്സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്ക്, സ്കെച്ച് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. Then each case state whether ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ. നമുക്കൊരു റീജിയൻ തന്നിട്ടുണ്ട് അല്ലേ, ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ, അതുപോലെ തന്നെ ഇത് ഡൊമൈൻ ആണോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഒന്ന് വരച്ച് നോക്കാം. അതായത്
ഇത് എന്താ പറഞ്ഞത്, റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഇമാജിനറി ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് നമ്മൾ എഴുതുക അല്ലേ. അതായത് ഇതാണ് എൻ്റെ എന്ത് റിയൽ പാർട്ട്, ദെൻ ഇതാണ് എന്ത് വരുന്നത് ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഉള്ളതിന്റെ പ്ലേസിൽ എന്താ എഴുതാം, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് പോർഷൻ അല്ലേ. അപ്പൊ നമുക്ക് അതെങ്ങനെ വരും, എക്സ് നമ്മൾ റിയൽ ആക്സിസിൽ എക്സ് എന്താ വരുന്നത് 1, 1ന്റെ മുകളിലുള്ള പോർഷൻ അല്ലെ, 1ന്റെ മുകളിലുള്ള പോർഷൻ. അതുപോലെ തന്നെ y ഇമാജിനറി ആക്സിസിലോ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരും അല്ലേ, അതായത് ഇതിന്റെ മുകളിലുള്ള പോർഷൻ ആണ് കംപ്ലീറ്റ്. ഓക്കെ, ഇതാണ് 1, 1ന്റെ മുകളിലുള്ള ഭാഗം, അതായത് ഇങ്ങനെ ആയിരിക്കും റീജിയൻ പോകുന്നത്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇതാണ് എക്സ് അല്ലേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്കുള്ള എല്ലാ ഭാഗവും വരും. അതുപോലെ തന്നെ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തോട്ടായിരിക്കും അല്ലേ, താഴത്തേക്കുള്ള എല്ലാ പോർഷൻസും വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻ ഏതാണ്, ഇതാണ് എന്ത് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ ഇമാജിനറി ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കൂടെ പോർഷൻ എവിടെയാണ്, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാം, രണ്ടും കൂടെ വരുന്ന റീജിയൻ എവിടെയാണ്, ഇതാണ് അല്ലെ, ഇത്രയും പോർഷൻ ആണ്, അതായത് ഇങ്ങനെ വരുന്ന ഇത്രയും പോർഷൻ, ഇതാണ് എസ് എന്നുള്ള സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റിന്റെ അകത്ത് ഇത് കണക്റ്റഡ് ആണോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഏത് രണ്ട് പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും Z1 Z എന്നുള്ള ഏത് രണ്ട് പോയിന്റ് ചൂസ് ചെയ്താലും അതിന് എന്ത് ചെയ്യാം, ഒരുപാട് ലൈൻ സെഗ്മെന്റുകൾ ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കാം അല്ലെ. നമുക്ക് എന്തായാലും ഒരു ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഇതിനെ വരച്ച ഒരു പോളിങ്ങനെ ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റ് എന്താന്ന് പറയാം, കണക്റ്റഡ് ആണെന്ന് പറയാം. ഇത് ഓപ്പൺ ആണോ, അല്ല, കാരണം നമുക്ക് ഇതെന്താണ്, ഇവിടെ ബൗണ്ടറി പോയിന്റും കൂടെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അതായത് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് ഈ ഒരു ബൗണ്ടറിയും കൂടെ ഉണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റീജിയന്റെ ഈ ഒരു എസ് എന്നുള്ള ഈ ഒരു സെറ്റിന്റെ ബൗണ്ടറിയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, ഒരിക്കലും ഓപ്പൺ അല്ല. അപ്പൊ നമുക്ക് ഇത് എന്തല്ല, ഡൊമൈൻ അല്ല, കണക്റ്റഡ് ആണ് പക്ഷെ എന്തല്ല, ഓപ്പൺ അല്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം, ഇസ് നോട്ട് എ ഡൊമൈൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇവിടെ നോക്ക്, മോഡുലസ് ഓഫ് 2z + 3 ഗ്രേറ്റർ ദാൻ 4. ഇത് ഞാനൊരു 2 ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, 2 × z + 3/2 ഗ്രേറ്റർ ദാൻ 4. ഇത് എങ്ങനെ എഴുതാം, മോഡ് z + 3/2 ഗ്രേറ്റർ ദാൻ 4/2 എന്ന് വരും, അതായത് 2 എന്ന് വരും. ഇത് ഇംപ്ലൈസ് ഇത് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് z - 3/2 ഗ്രേറ്റർ ദാൻ 2 അങ്ങനെ എഴുതിക്കൂടെ. അപ്പൊ ഇതെന്തായി, ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെന്റർ എന്താ വരുന്നത്, -3/2 0 ആൻഡ് റേഡിയസ് 2 അല്ലെ. അതായത് ഇതെന്താണ്, ഒരു സർക്കിൾ ആണ് അല്ലെ, വിത്ത് സെന്റർ -3/2 0 ആൻഡ് റേഡിയസ് 2. പക്ഷെ സർക്കിളിന്റെ ഏത് പോർഷൻ ആണ്, എക്സ്റ്റീരിയർ പോർഷൻ ആണ് അല്ലെ, ഗ്രേറ്റർ ദാൻ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് വരക്കുമ്പോൾ എന്താ, -3/2 0 സെന്ററും അതുപോലെ തന്നെ 2 റേഡിയസ് ആയിട്ടുള്ള സർക്കിളിന്റെ എക്സ്റ്റീരിയർ പോർഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് z - -3/2 ഗ്രേറ്റർ ദാൻ 2 അല്ലെ. അപ്പൊ നമുക്കിത് എന്താ, സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും പോർഷൻ വരും അല്ലെ, അതായത് -3/2 0 സെന്റർ ആയിട്ടും റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ എവിടെയാണ്, എക്സ്റ്റീരിയർ പോർഷൻ ആണ്. ഓക്കെ, എക്സ്റ്റീരിയർ ആണ് വരുന്നത്. ദെൻ ഈ ബൗണ്ടറി ഉണ്ടോ, സർക്കിളിന്റെ ബൗണ്ടറി ഉണ്ടായിരിക്കുമോ, ഉണ്ടായിരിക്കില്ല അല്ലെ, കാരണം എന്താണ്, ഇത് ഓപ്പൺ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരില്ല, ഇതായിരിക്കും എസ് എന്നുള്ളത് വരുന്നത്, അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഇതായിരിക്കും എസ്. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും, ഇതിന്റെ ഈ ബൗണ്ടറി ഉണ്ടാവില്ല അല്ലെ, ബൗണ്ടറി നമുക്ക് ബൗണ്ടറി ഇങ്ങനെ വരച്ചു കൊടുക്കാം, ബൗണ്ടറി ഉണ്ടാവില്ല കേട്ടോ, കാരണം മോഡ് സെറ്റ് -3/2 ഗ്രേറ്റർ ദാൻ 2 എന്നാണ് അല്ലെ, 2 ഇതിലെന്തല്ല, ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ ഇത് കണക്റ്റഡ് ആവോ, കണക്റ്റഡ് ആയിരിക്കും അല്ലേ, കാരണം നമുക്ക് ഇത് ഏത് രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോളിഗണൽ ലൈൻ ഇതിന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അതിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിൻ × 25 ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലൈൻ സെഗ്മെന്റുകളെ ജോയിൻ ചെയ്ത് അങ്ങോട്ട് എത്താൻ കഴിയും അല്ലെ. അപ്പൊ നമുക്ക് ആ റീജിയന്റെ അകത്ത് തന്നെയാണ് അത് വരുന്നതെന്നും കിട്ടും. അതുപോലെ ഇത് ഓപ്പൺ ആണ് അല്ലെ, ഓപ്പൺ സെറ്റ് ആവുകൊണ്ട് തന്നെ നമുക്ക് എന്താന്ന് പറയാം, ഇറ്റ് ഈസ് എ ഡൊമൈൻ എന്ന് പറയാം അല്ലെ, കാരണം ഓപ്പൺ കണക്റ്റഡ് സബ്സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ്, ഡൊമൈൻ ആണ്. ക്ലിയർ.